ഇന്ത്യയിൽ ഏകദേശം 20 കോടി മുസ്ലിംകളുണ്ട്. അതിൽ 5% ആളുകളെങ്കിലും ഉലുഹിയത്തിൽ പങ്കാളികളാവുകയാണെങ്കിൽ 1 കോടിയോളം വരും. ഒരാടിന് 10,000 രൂപ മതിപ്പ് വെച്ച് നോക്കിയാൽ ഈ 5% ആളുകൾ വാങ്ങിയത് ഏകദേശം 10,000 കോടി രൂപയോളം വരും. ഈ സമ്പത്ത് എത്തിപ്പെടുന്നത് ഏതെങ്കിലും ബിസിനസ്സുകാരിലേക്കോ കോർപ്പറേറ്റ് കമ്പനികളിലേക്കോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകരിലേക്കായിരിക്കും. തീർന്നില്ല, അത്രയും ആളുകൾ 20 കിലോ ഇറച്ചി അനുമാനിക്കാവുന്ന ഒരു ആടിനെയെങ്കിലും ബലിയർപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 20,000 ടൺ ഇറച്ചി ലഭിക്കും. ഓരോ കിലോ വീതം വിതരണം ചെയ്യപ്പെട്ടാൽ 20 കോടി പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്കാണ് ഇത് എത്തിക്കാനാവുന്നത്. ഉലുഹിയത്ത് അറുക്കാൻ മോഷ്ടിച്ചതോ പിടിച്ചു പറിച്ചതോ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയതോ ആയ മൃഗങ്ങളെ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനും പാവപ്പെട്ടവരിലേക്ക് എത്തിപ്പെടാനും ഇസ്ലാം അതിന്റെ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളിലും നിഷ്കർഷിച്ച സംവിധാനങ്ങൾ എത്ര മഹത്തരമാണ്. ചെറിയ പെരുന്നാളിന് പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് പഠിപ്പിച്ച നിർബന്ധിത സക്കാത്തായിരുന്നെങ്കിൽ ബലിപെരുന്നാളിന് കഴിവുള്ളവൻ ശക്തമായ സുന്നത്തായി പഠിപ്പിച്ച ഉലുഹിയത്താണ്. ഇസ്ലാം എന്തുകൊണ്ട് സമഗ്രമാണെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ബലിപെരുന്നാളും ബലിയറുക്കലും.